ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചു. അവർക്ക് മുന്നിൽ മേഘസ്തംഭത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നടന്നു. ആ ദേശം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതായിരുന്നു. എന്നാൽ അവിടെ ശക്തരായ കനാന്യർ താമസിച്ചിരുന്നു. മോശെ 12 പേരെ ദേശം ഒറ്റുനോക്കാൻ അയച്ചു. അവർ 40 ദിവസം സഞ്ചരിച്ചു തിരിച്ചു വന്നു. 10 പേർ പറഞ്ഞു, അവർ ശക്തരാണ്, നമുക്കവരെ തോൽപ്പിക്കാനാകില്ല. യോശുവയും കാലേബും പറഞ്ഞു, ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നാം ജയിക്കും. ജനം മോശയെയും അഹരോനെയും കുറ്റപ്പെടുത്തി. അവർ ഈജിപ്തിയിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, എന്നെ വിശ്വസിക്കാത്തവർ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കുകയില്ല. 40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു. ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകി, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ദൈവം പാറയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ മോശെ പാറയെ അടിച്ചു. അതുകൊണ്ട് അവനും വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കാനായില്ല. അവൻ മലമുകളിൽ നിന്ന് വാഗ്ദത്ത ദേശം കണ്ടു. എന്നാൽ അവിടെ പ്രവേശിക്കാൻ അവന് അനുവദിച്ചില്ല. മോശെ മരണപ്പെട്ട ശേഷം യോശുവ പുതിയ നായകനായി. ദൈവത്തിൽ ആശ്രയിച്ച നേതാവ്